ഹായ് ഗായ്സ്, പത്തനംമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. എന്താന്ന് വെച്ചാൽ നമ്മുടെ നവ്യയ്ക്കാണെങ്കിൽ അബിയുടെ കാര്യത്തിൽ ഭയങ്കര വിഷമമാണ്. കാരണം അബിയെ എല്ലാവരും ഒഴിവാക്കുന്നു, അബിക്ക് വേണ്ട പരിഗണനയൊന്നും കൊടുക്കുന്നില്ല എന്നൊക്കെ. അങ്ങനെ അബിയുടെ കള്ളത്തരങ്ങളെല്ലാം കണ്ടുപിടിച്ച് കഴിയുമ്പോഴേക്കും നന്ദുവാണ് കേട്ടോ ഇതെല്ലാം കണ്ടുപിടിക്കുന്നത്. അപ്പോഴും നവ്യ അവിടെ നിന്ന് അബിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ സത്യങ്ങളെല്ലാം നമ്മുടെ നയന പറയുന്നുണ്ട്. പറഞ്ഞു കഴിയുമ്പം നമ്മുടെ നവ്യയ്ക്ക് കാര്യങ്ങൾ പിടികിട്ടാണ്. വീട്ടിൽ ചെന്ന് അബിയായിട്ട് നല്ലൊരു ഉടക്കം ഉണ്ടാക്കുക. അതിനൊക്കെ ശേഷമാണ് നവ്യയ്ക്ക് ആ ഫോൺ കിട്ടുന്നത്, അനഘയുടെ ഫോൺ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നവ്യ ചില കാഴ്ചകളൊക്കെ കാണുകയാണ്. അത് മുത്തശ്ശനെ അറിയിക്കുകയും ചെയ്യാണ് കേട്ടോ. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അബിക്ക് ഒരു ജ്വല്ലറിയുടെ ചുമതല അങ്ങ് കിട്ടിക്കഴിയുമ്പം അബി രാജാവായെന്ന മട്ടിലാണ് കേട്ടോ അവിടെ പോയിരിക്കുന്നത്. പക്ഷേ ആദർശവും മുത്തശ്ശനും എല്ലാം കരുതിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇവൻ ഇത് ശരിയാവില്ല എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ വേറൊരു മാനേജറെ വച്ചിരിക്കുകയാണ് അബിയുടെ കള്ളത്തരങ്ങളെല്ലാം കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ അയാൾ നോക്കുമ്പോൾ പല കാര്യങ്ങളും ആ ഒരു ബ്രാഞ്ചിൽ നടത്തുകയാണ്. അബിയാണെങ്കിൽ സ്റ്റാഫിനോടൊക്കെ വളരെ മോശമായിട്ട് പെരുമാറുകയാണ്. അവരെല്ലാം വല്ലാതെ ഭരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും അബിയോട് താല്പര്യമില്ല. കൂടാതെ പല കള്ളത്തരത്തിനും കൂട്ടു നിൽക്കാനായിട്ട് സ്റ്റാഫിനെ എല്ലാം നിർബന്ധിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ മാനേജർ കണക്കെല്ലാം നോക്കുമ്പം അബി പല കള്ളത്തരങ്ങളും ചെയ്തിട്ടുണ്ടെന്നും പണം വല്ലാതെ വകുപ്പ് മാറ്റി എടുത്തിട്ടുണ്ടെന്നും അതുപോലെ കള്ള സ്വർണം കൊണ്ടുവന്ന് ടാക്സൊക്കെ വെട്ടിച്ച് അവിടെ വെച്ച് തന്നെ ബിസിനസ് നടത്തിയിട്ടുണ്ടെന്നും ഒക്കെ അറിയാണ്. ഇതെല്ലാം അയാൾ ആദർശിനോട് പറയുക. അപ്പോൾ ആദർശ് അയാളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെല്ലാ കണക്കുകളും ശരിയായിട്ട് തന്നെ നോക്കിയില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അതെ ഞാൻ എല്ലാം നോക്കി, സാറ് പറഞ്ഞത് കാരണം നന്നായിട്ട് സാറിൻ്റെ അനിയനെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അവൻ എന്തെങ്കിലും കള്ളത്തരങ്ങളോ തിരിമറികളോ ഒക്കെ നടത്തിയിട്ടുണ്ടോ ജ്വല്ലറിയിൽ? അപ്പോൾ അയാൾ പറയാണ്, തിരിമറികളേ ഉള്ളൂ, പണം വല്ലാതെ അങ്ങ് വകുപ്പ് മാറ്റുന്നുണ്ട്, പിന്നെ ചില കാര്യം കൂടെ സാറിനോട് എനിക്ക് പറയാനുണ്ടെന്ന് പറയാം. അപ്പോൾ ആദർശ് ചോദിക്കുക, എന്ത് കാര്യം, എന്താണേലും പറഞ്ഞു. അല്ല, സാറിൻ്റെ അനിയനാണ്, നിങ്ങളുടെ കുടുംബത്തിലെ ആളാണ്, ഈ ജ്വല്ലറിയിലെ ട്രസ്റ്റിലെ അംഗമാണ്, അതുകൊണ്ടൊക്കെ ഇത് പറയുമ്പോൾ എൻ്റെ പണി പോകുമെന്ന് പോലും എനിക്ക് സംശയമുണ്ടെന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നിങ്ങൾ ആരെയും പേടിക്കേണ്ട, നിങ്ങളെ ഞാനല്ലേ നിയമിച്ചിരിക്കുന്നത്, ഇപ്പോഴും ഈ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്നതും കാര്യങ്ങൾ തീരുമാനിക്കുന്നതും എല്ലാം ഞങ്ങളുടെ മുത്തച്ഛനാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാമെന്ന് പറയാണ്. അത് അബിസാറ് അനധികൃതമായിട്ട് വരുന്ന സ്വർണം കടത്തിക്കൊണ്ട് വരുന്ന സ്വർണം ഇവിടെ കൊണ്ടുവന്ന് ഓർണമെൻറ്റ്സ് ആയിട്ട് വിൽക്കുന്നുണ്ട്. അതിനായിട്ട് ഇവിടുത്തെ സ്റ്റാഫിനെ നിർബന്ധിക്കുന്നുണ്ട്, സ്വർണ്ണ പണിക്കാരെ നിർബന്ധിക്കുന്നുണ്ട്. അവരതുകൊണ്ട് അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ കാര്യമാണ്. ഇത്തിരി ഞെട്ടിപ്പിക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഞാനിത് പറയാൻ പേടിച്ചു നിന്നത് എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയാണ്, ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ട് നിങ്ങളത് പറയേണ്ടതല്ലേ, പറയാതിരുന്നാൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുക? കാര്യം ഇതൊരു പോലീസ് കേസാവാനും അതുപോലെ തന്നെ വേറെ പല കോംപ്ലിക്കേഷനിലേക്കൊക്കെ പോകാനും നമ്മുടെ ജ്വല്ലറിയുടെ പേര് തന്നെ പോകാനും ഒക്കെ ഉള്ള ഒരു കാര്യമല്ലേ. മുത്തശ്ശനൊക്കെ വർഷങ്ങളായിട്ട് ജോലിയെടുത്ത് അധ്വാനിച്ചാണ് ഈ ജ്വല്ലറി ഇതുപോലെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ഒരു ചീത്തപ്പേര് കേൾക്കേണ്ടതായിട്ട് ആർക്കും വന്നിട്ടില്ല. പക്ഷേ ഇത് നിങ്ങൾ പറയാതെ ഇരിക്കരുതെന്ന് പറയണം. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ശരിയാണ്, അബിസാറ് ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അതുപോലെ സ്റ്റാഫിനോടൊക്കെ വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. പല പെൺകുട്ടികളെയും സാറിന് താല്പര്യമില്ല, സാറിൻ്റെ ഒപ്പം നിൽക്കുന്ന കുട്ടികളെ മാത്രമേ താല്പര്യമുള്ളൂ, ബാക്കി എല്ലാവരെയും വെറുതെ കുറ്റപ്പെടുത്തുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് സ്റ്റാഫിൻ്റെ ഇടയിലും ഒരു നല്ല അഭിപ്രായമൊന്നുമില്ല എന്ന് പറയണം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വിലപ്പെട്ടതാണ്, കാരണം അതിലൊരു അന്വേഷണമൊക്കെ നടത്തി നമ്മൾ വേണ്ട നടപടി സ്വീകരിക്കും. ഈ സ്വർണ്ണക്കടത്തിൻ്റെ കാര്യം തന്നെ ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ്, ഞാനിതിപ്പോൾ തന്നെ മുത്തശ്ശനെ അറിയിച്ചോളാം എന്ന് പറയണം. അങ്ങനെ ആദർശ് മുത്തശ്ശനെ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശനോട് പറയുന്നുണ്ട്, മുത്തശ്ശ, അബിയുടെ കാര്യം ഇത്തിരി കഷ്ടമാണ്. കാരണം നമ്മളിപ്പോൾ ഈ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല പൂർണ്ണമായിട്ടും അവനെ ഏൽപ്പിച്ചപ്പം അവൻ കമ്പനിയുടെ മുഴുവൻ MD ആയെന്ന മട്ടിലാണ് അവിടെ പെരുമാറുന്നത്. മറ്റ് സ്റ്റാഫുകളോടൊക്കെ വളരെ മോശമായിട്ടാണ് അവൻ പെരുമാറുന്നത്. അതുകൊണ്ട് എല്ലാവരുടെ ഇടയിൽ ഒരു അനിഷ്ടമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ജ്വല്ലറിയിൽ ആ സ്വർണ്ണക്കടത്തിൻ്റെ ഏർപ്പാടൊക്കെ നടത്തുന്നത് ഇപ്പോൾ അബിയാണെന്നൊക്കെ ഉള്ളത് ഏകദേശം നമുക്ക് ബോധ്യമായിട്ടുണ്ട്. കാരണം അവനവിടെ ചെയ്തതുപോലെ തന്നെ അവനെ ഏൽപ്പിച്ച ബ്രാഞ്ചിലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആ മാനേജർ പറഞ്ഞാണ്. പണമൊക്കെ ആണെങ്കിലും വല്ലാതെ വകമാറ്റി ചെലവഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ആവശ്യമില്ലാതെയൊക്കെ അബി എഴുതിയെടുക്കുന്നുണ്ടെന്നൊക്കെ പറയുകയാണ് കേട്ടോ.
അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാണ്, ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അവൻ ആ ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുത്തത്. കാരണം ഇവൻ്റെ കള്ളത്തരങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വരണമല്ലോ, ഇതിനൊക്കെ ഒരു തെളിവും വേണ്ടേ എന്ന് പറയണം. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് ഇനിയിപ്പം അവിടുത്തെ കള്ളൻ ആരായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ടല്ലോ, അബി തന്നെ ആയിരിക്കുമല്ലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ് അത് അബിയാണെന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പായിരുന്നു. പക്ഷേ ഒരു തെളിവുമില്ലാതെ അവൻ്റെ മേലിൽ കുറ്റം വയ്ക്കാൻ പറ്റില്ല, അവൻ അതിൽ നിന്നൊക്കെ ഊരിപ്പോകും. അത് തന്നെയല്ല, ഒരു പോലീസ് കേസ് ആവേണ്ട കാര്യമാണ്, നമ്മളിത് കേസ് കൊടുത്തിട്ടുള്ളതല്ലേ, അപ്പോൾ അവരല്ലേ അന്വേഷിച്ചിതെല്ലാം കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം അബിയെ ഇതിൽ പെടുത്തിയതാണെന്ന് അവർ പറയും എന്ന് പറയാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതിനിപ്പം പരിഹാരമാകും, നന്ദു ഇവിടെ തന്നെ ആണല്ലോ SI ആയിട്ട് ചാർജ് എടുത്തിരിക്കുന്നത്. അങ്ങനെ നന്ദു ഇവിടെ ചാർജ് എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നീങ്ങുമെന്ന് പറയണം. പഴയ SI അന്വേഷണമൊക്കെ മരവിപ്പിച്ച് വച്ചിരിക്കുകയായിരുന്നു, അതും അബിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ചെയ്തതാണെന്നാണ് എൻ്റെ ഒരു സംശയം. അതുകൊണ്ടാണ് അന്വേഷണം ഒന്നും ആകാതെ നിന്നത്. ഇനിയിപ്പം നന്ദു ആവുമ്പം അവൾ മുഖം നോക്കാതെ തന്നെ നടപടി എടുക്കുമെന്ന് പറയണം. അപ്പോൾ ആദർശം പറയാണ് ശരിയാണ്, നന്ദു അത് ചെയ്യുമെന്ന് പറയാം. അങ്ങനെ നന്ദു അവിടെ ജോയിൻ ചെയ്യാണ് കേട്ടോ, ആ സ്റ്റേഷനിൽ തന്നെ. അപ്പോഴേക്കും മുത്തശ്ശൻ ഫോൺ വിളിക്കുന്നുണ്ട് നന്ദുവിനെ. എന്നിട്ട് പറയുന്നുണ്ട് അത് നന്ദു ഞാനാണ്, അനന്തമൂർത്തിയാണെന്ന് പറയാം. അപ്പം നന്ദു ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശൻ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട് മോള് നമ്മുടെ ഈ അടുത്തുള്ള ബ്രാഞ്ചിൽ തന്നെ വന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷമാണ്, നമുക്കതൊരു അഭിമാന നിമിഷവും. നമുക്ക് ജുവലറി പറ്റിയോ മറ്റെന്തെല്ലാം കേസുകളുണ്ടായാലും നന്ദുവിനോട് പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ നന്ദു പറയുന്നുണ്ട് ശരിയാ മുത്തശ്ശ, ഞാൻ കാര്യങ്ങളൊക്കെ എനിക്ക് അന്വേഷിക്കാനും കുറേ അധികം കാര്യങ്ങളിലൊക്കെ തെളിവ് കണ്ടെത്താനും ഒക്കെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് എനിക്കിപ്പോൾ പറയാനുള്ളത് വേറൊന്നും അല്ല, എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജുവലറിയിൽ ഇതിനു മുമ്പ് ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്, സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കടത്തിക്കൊണ്ട് വരുന്ന സ്വർണം നമ്മുടെ ജുവലറി വഴി ആഭരണങ്ങളാക്കി വിറ്റിരുന്നു. അങ്ങനെ ഒരു കള്ളത്തരം ആരാണ് ചെയ്തതെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. കാര്യം ജുവലറിയിൽ പല സ്റ്റാഫുകളെയും വിളിച്ച് നമ്മൾ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തെങ്കിലും ആരാണെന്നുള്ള വിവരം അവരാരും പുറത്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളൊരു കേസ് കൊടുത്തിരുന്നു, കേസിൻ്റെ അന്വേഷണവും എങ്ങും ആകാതെ കിടക്കുകയാണ്. ആ SI ആരിൽ നിന്നോ പണം വാങ്ങി ആ കേസ് മരവിപ്പിച്ച് വച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ നന്ദു ആയപ്പം അതിൻ്റെ പുനരന്വേഷണം ആരംഭിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് ആരുടെയും മുഖം നോക്കാതെ അതിലെ യഥാർത്ഥ കുറ്റവാളിയെ നമുക്ക് കണ്ടെത്തണം. ഇനി നമ്മുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ആണെങ്കിൽ പോലും അയാളെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം, ഇല്ലെങ്കിൽ അത് നമ്മുടെ ജുവലറിക്കും പാരമ്പര്യത്തിനും എല്ലാം മോശമാണ് മോളെ എന്ന് പറയാം. അപ്പം നന്ദു പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഇന്ന് തന്നെ അതിൻ്റെ ഫയലുകളൊക്കെ നോക്കാം, അന്വേഷണം ഉടനെ തന്നെ ഞാൻ ആരംഭിക്കും എന്ന് പറയണം. അങ്ങനെ നന്ദു ആ ഫയലുകളൊക്കെ നോക്കുകയാണ്, പഴയ SI അന്വേഷിച്ച കാര്യങ്ങളൊക്കെ. അതിനുശേഷം നേരെ ജ്വല്ലറിയിലേക്ക് വരികയാണ്. ആദ്യത്തെ ആ സ്വർണ്ണപ്പണിക്കാരനെ തന്നെ ചോദ്യം ചെയ്യുക നന്ദു. അപ്പോൾ അയാൾ പറയുന്നുണ്ട് അയ്യോ മേഡം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, കുട്ടിയും ആ കുടുംബത്തിലെ അംഗമല്ലേ, മൂർത്തി സാറ് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുന്ന എൻ്റെ അപ്പൂപ്പന്മാർ തൊട്ട് അവിടുത്തെ സ്വർണ്ണപ്പണിക്കാരായിരുന്നു, നല്ല വിശ്വാസമാണ് മൂർത്തി സാറിന് ഞങ്ങളെന്ന് പറയാം. അപ്പം നന്ദു പറയുന്നുണ്ട് നിങ്ങളെ മൂർത്തി സാറിന് നല്ല വിശ്വാസമായിരിക്കും, പക്ഷേ എനിക്ക് നിങ്ങളെ അത്ര വിശ്വാസമില്ല, നിങ്ങളുടെ അപ്പൂപ്പന്മാരൊന്നും കള്ളത്തരം കാണിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് പറയാം. അപ്പം അയാൾ പറയുന്നുണ്ട് അയ്യോ ഞാനങ്ങനെ ചെയ്യാനോ, ആര് പറഞ്ഞിട്ട് ചെയ്യാനാ, മൂർത്തി സാറ് പറയുന്ന അല്ലെങ്കിൽ ആദർശ് സാറ് പറയുന്ന അല്ലേ ഞാൻ കേൾക്കേണ്ടതെന്ന് ചോദിക്കുക. അപ്പം പറയുന്നുണ്ട് വേറെ ആരെങ്കിലും ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ, താൻ സത്യം പറയണം, ഇല്ലെങ്കിൽ മൂർത്തി സാറിൻ്റെ മുമ്പിൽ നിന്ന് തനിക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അപ്പോൾ അയാൾ ആകെപ്പാടെ വിറങ്ങലിച്ച് വിളച്ച് പറഞ്ഞ് പറയുകയാണ് എന്നോട് ക്ഷമിക്കണം, എൻ്റെ കുടുംബത്തിൽ ഒരുപാട് ബാധ്യതയൊക്കെ ഉണ്ടായിരുന്നു, മക്കളുടെ പഠിപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട്, അതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാവോ എന്ന് നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാൾ തന്നെ ചോദിച്ചപ്പം അത് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റിയില്ല, പണി പോയാലോ എന്ന് പേടിച്ചിട്ട് കൂടിയാണ് ഞാനത് ചെയ്തതെന്ന് പറയാം. അപ്പം ചോദിക്കുന്നുണ്ട് നന്ദു അത് ആരാ പറഞ്ഞതെന്ന് പറ, ആരായാലും നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ പണിയൊന്നും പോവില്ല, മുത്തശ്ശനോട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കാമെന്ന് പറയാണ്. അപ്പോൾ അയാൾ പറയാണ് അതിനെന്നെ നിർബന്ധിച്ചത് അബിസാറാണ്, അബിസാറ് നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളാണല്ലോ, നമ്മുടെ ജ്വല്ലറിയിലെ പാർട്ട്ണറാണല്ലോ, അതുകൊണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം ചെയ്യാതിരുന്നാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യില്ലാന്ന് ഞാൻ പല പ്രാവശ്യം സാറിനോട് പറഞ്ഞാൽ, പക്ഷേ സാറ് കുറച്ച് പണമൊക്കെ എനിക്ക് തന്നു, അതുപോലെ തന്നെ ജ്വല്ലറിയിലെ പണി പോകാതിരിക്കണമെങ്കിൽ ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ സ്വർണം വെച്ച ആഭരണങ്ങൾ ഉണ്ടാക്കി കൊടുത്തത്, അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ മനസ്സിൽ ഒരുപാട് വിഷമത്തോടു കൂടിയാണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട് ഓ അപ്പോൾ അബിയാണ് ഇതിൻ്റെയൊക്കെ പുറകിലല്ലേ, അബി സാറിനെ ഞാനിത് കണ്ടോളാന്ന് പറയാണ്. എന്നിട്ട് നന്ദു നേരെ മുത്തശ്ശനെ വിളിച്ച് കാര്യങ്ങൾ പറയാണ്, ആദർശനോടും പറയുന്നുണ്ട് കേട്ടോ.
അബിയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. ഇത് പുറത്തൊക്കെ ലീക്കായാൽ, ന്യൂസ് പേപ്പറിലൊക്കെ വന്നു കഴിഞ്ഞാൽ അബിക്ക് ആകെ മൊത്തം മോശമാകും. അബിക്ക് മാത്രമല്ല, അനന്തപുരിയിലെ എല്ലാവർക്കും അതൊരു മോശമാകും. എന്താണ് ചെയ്യേണ്ടതെന്ന് മുത്തശ്ശൻ എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് എന്തായാലും നിയമപരമായിട്ട് തന്നെ നമുക്ക് നീങ്ങണം. അവനിങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ അംഗമായതുകൊണ്ട് മാത്രം അവനെ അതിൽ നിന്ന് ഒഴിവാക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അവനെ നമുക്ക് അറസ്റ്റ് ചെയ്ത് അവനെ നിങ്ങൾ റിമാൻഡ് ചെയ്തോളൂ എന്ന് പറയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയാം. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, ശരിയാ, അവനെ റിമാൻഡ് ചെയ്തോ, അതിനുശേഷം ജാമ്യം എടുക്കുകയും ബാക്കി കാര്യങ്ങളൊക്കെ ആ വഴിക്ക് തന്നെ പോട്ടെ. അത്രയും ഒരു തെറ്റ് ചെയ്തവൻ്റെ തെറ്റ് നമ്മൾ മറച്ചു വയ്ക്കേണ്ട കാര്യമില്ല എന്ന് പറയാണ്. അപ്പം മുത്തശ്ശനും പറയുന്നുണ്ട്, അത് ശരിയാ, അവൻ്റെ പല തെറ്റുകളും അവൻ്റെ കുടുംബജീവിതത്തെ ഓർത്ത് നമ്മൾ മറച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നന്ദു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളാൻ പറയാം. അങ്ങനെ നന്ദു തന്നെ അബിയെ അറസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അബി അന്തം വിട്ട് നിൽക്കുക. അബി പറയുന്നുണ്ട്, എന്തിനാ മുത്തച്ഛ ഇങ്ങനൊരു ചതി എന്നോട് ചെയ്തത്? ആദർശേ, നിനക്കെന്നെ കൊടുക്കണമായിരിക്കും അല്ലേ, അതിന് വേണ്ടിയിട്ടല്ലേ നീ ഇത് ചെയ്തത് എന്ന് ചോദിക്കുക. അപ്പം നവ്യ വീട്ടിലുണ്ട്. നവ്യ ചോദിക്കുകയാണ്, എന്താ നന്ദു നീ കാണിക്കുന്നത്? നിനക്ക് ജോലി കിട്ടിയ ആദ്യമേ തന്നെ നീ എനിക്കിട്ടാണോ പാര വയ്ക്കുന്നത്? അബിയെ തന്നെയാണോ നീ അറസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുക. അപ്പം നന്ദു പറയുന്നുണ്ട്, ചേച്ചി അബി തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് തെളിവുകളും ഉണ്ട്. അപ്പോൾ പിന്നെ അറസ്റ്റ് ചെയ്യല്ലാതെ എന്ത് ചെയ്യാനാ? കേസും കോടതിയൊക്കെ ആകുമ്പം ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി എന്ന് പറയാണ്. ഇതെൻ്റെ ഡ്യൂട്ടിയാണെന്ന് നന്ദു പറയാം. അപ്പോഴേക്കും നവ്യ പറയാണ്, ഇതെല്ലാം ചെയ്തത് ആദർശേട്ടനാണ്. അബിയെ ഒക്കെ ആ ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുത്തത് പോലും ആദർശേട്ടന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ആദർശേട്ടൻ അബിയെ കുടുക്കിയത് തന്നെയാണ് ഇത്. അതിന് നന്ദു നീയും കൂട്ടു നിൽക്കണ്ടായിരുന്നു എന്ന് പറയാണ്. നയനേച്ചിക്ക് വേണ്ടിയിട്ടായിരിക്കും നീയും ഇതിന് കൂട്ടുനിന്നതല്ലേ? എല്ലാവരും കൂടെ അബിയെ ചതിക്കുകയാണ് ചെയ്യുന്നതല്ലേ? ആദർശേട്ടൻ ചെയ്ത അത്രയും വലിയ തെറ്റൊന്നും അബി ചെയ്തിട്ടില്ല. എന്നിട്ടും അവനെ കുടുക്കി എല്ലാവരും കൂടെ. എല്ലാവർക്കും സമാധാനമായില്ലേ എന്നൊക്കെ ചോദിക്കുക. അബിയാണെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയൊക്കെയാണ്. അങ്ങനെ പിണങ്ങി പിടിച്ച് പോവുകയാണ് നമ്മുടെ നവ്യ പിണങ്ങി വീട്ടിലേക്ക് തന്നെ പോവുക കുഞ്ഞിനെ എടുത്തിട്ട്. വീട്ടിൽ ചെന്ന് കനകയോടും ഗോവിന്ദനോടും ഒക്കെ പറയുന്നുണ്ട് ആദർശിൻ്റെ കുറ്റങ്ങൾ. ആദർശും നയനയും കൂടി കുടുക്കിയതാണ്. അവൾക്ക് ആ പഴയ വൈരാഗ്യമൊക്കെ അവളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാൻ വിചാരിച്ച പോലൊന്നും അല്ല നയന എന്നൊക്കെ പറഞ്ഞിങ്ങനെ തിളപ്പിച്ച് വിടുകയാണ്. അതേസമയം കനക വിളിക്കുകയാണ് നയനെ വിളിച്ചിട്ട് പറയണം, എൻ്റെ നയനെ എന്തിനാ ഇങ്ങനെ ഒരു ചതി ചെയ്തത് അവളോട്? അവളും അബിയും കൂടെ ഒരു വിധത്തിലൊന്ന് സന്തോഷമായിട്ട് ജീവിച്ചു വരുമായിരുന്നല്ലോ. ആ സമയത്ത് തന്നെ ഇത് ചെയ്യണമായിരുന്നോ? നിനക്ക് എന്തെങ്കിലും അസൂയ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യരുത്. ആദർശ് തെറ്റ് ചെയ്തിട്ടും അതിനൊക്കെ കുട പിടിച്ചുകൊണ്ട് നടക്കല്ലേ നീ? എന്നിട്ടിപ്പോൾ സ്വന്തം ചേച്ചിയോട് ഇങ്ങനൊരു ചതി ചെയ്യണമായിരുന്നോ? ആദർശ് കുടുക്കിയതാണെന്ന് ഒരു സംശയവും ഇല്ല. അവൻ ചെയ്ത തെറ്റ് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അവൻ അബിയെ കുടുക്കിയതാ. അത് തന്നെയാണ് സംഭവിച്ചതെന്ന് പറയാണ്. അങ്ങനെ ആദർശനെ ഒരുപാട് കുറ്റം പറയാണ് കനക. വളരെ മോശമായിട്ട് സംസാരിക്കുക. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നയനയ്ക്ക് അങ്ങ് സഹിക്കുന്നില്ല കേട്ടോ. നയന തീരുമാനിക്കുക, എന്തായാലും സത്യം ചെന്നിട്ട് വീട്ടിൽ പറയുകയാണ് ചെയ്യുന്നത്. വീട്ടിൽ ചെന്ന് പറഞ്ഞ് നവ്യേച്ചിയെ അറിയിക്കണം, അതുപോലെ അമ്മയെയും അറിയിക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ അബിക്ക് ജാമ്യമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അബി ജാമ്യം കിട്ടി തിരിച്ച് അനന്തപുരിയിലേക്ക് തന്നെ വരുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതിൻ്റെ പടിക്കകത്ത് കയറാൻ നിനക്ക് യോഗ്യതയില്ലാത്തതാ. നിൻ്റെ ഭാര്യ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പിണങ്ങിപ്പോയി. ഇനിയിപ്പം നീ വന്നെന്നറിയുമ്പോൾ ചിലപ്പോൾ തിരിച്ചു വരുമായിരിക്കും. അതുകൊണ്ട് മാത്രം നീ ഇവിടെ നിന്നാൽ മതി. ഇനിയും പല സത്യങ്ങളും പുറത്തു വരാനുണ്ട്. അതെല്ലാം പുറത്തു വരുമ്പം നിൻ്റെ സ്ഥാനം ഈ അനന്തപുരിക്ക് പുറത്തായിരിക്കും അബി എന്ന് പറയാണ്. അപ്പോൾ ജലജ സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിക്കുന്നുണ്ട്. എൻ്റെ മോനെ എല്ലാവരും കൂടെ കുടുക്കിയതാ. പണ്ട് മുതലേ അവനോട് താല്പര്യമില്ല. അതെങ്ങനെയാ? അനാഥയായ ജലജയുടെ മോനല്ലേ? അപ്പോൾ അവനൊരു ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുത്തത് ഇവിടുത്തെ രാജകുമാരൻ ആദർശിനും അവൻ്റെ ഭാര്യ നയനയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവർ കുടുക്കിയതാ. നയന അവളുടെ അനിയത്തിയെ കൊണ്ട് കുടുക്കിയതാ അബിയെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ പറയാ, എടി നീ ഇനി ഒരു വാക്ക് മിണ്ടരുത്. നിൻ്റെ മകൻ പല തെറ്റുകളും ചെയ്ത് ഇവിടെ വരുമ്പോൾ നീ അവനെ സപ്പോർട്ട് ചെയ്താണ് അവൻ ഈ വഴി ആയത് എന്ന് പറയണം. അങ്ങനെ അബി വീട്ടിലുണ്ട് കേട്ടോ. അതേസമയം നയനയാണെങ്കിൽ നവ്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. നവ്യയുടെ അടുത്ത് ചെന്നേച്ച് അവിടെ ചെന്ന് നവ്യയോട് പറയുന്നുണ്ട്, ചേച്ചി എന്തറിഞ്ഞിട്ടേ ഈ പറയുന്നത്? അബിക്ക് ജാമ്യം കിട്ടി അബി അനന്തപുരി വന്നിട്ടുണ്ട്. ചേച്ചിയും കുഞ്ഞും കൂടെ അനന്തപുരിയിലോട്ട് വരാൻ പറയാണ്.
അപ്പോൾ പറയുന്നുണ്ട് നവ്യ, ഇല്ല ഞാൻ വരില്ല ഇനി അങ്ങോട്ട്, ഞാൻ എൻ്റെ കുഞ്ഞുമായിട്ട് ഇവിടെ താമസിച്ചോളാം, നീയും ആദർശേട്ടനും ഞങ്ങളെ കൊല്ലം കൂടി മടിക്കില്ല, കാരണം അഭിയും ഞാനും കൂടി സന്തോഷമായിട്ട് ജീവിക്കുന്നത് നിനക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല. അതുപോലെ ആദർശ് ചെയ്ത കുറ്റം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടല്ലേ അഭിയുടെ തലയിൽ ഇങ്ങനൊരു കുറ്റം ചുമത്തി കൊടുത്തത്. ഇനി ഞങ്ങൾ അവിടെ വന്നു നിന്നാൽ എൻ്റെ കുഞ്ഞിനെ നീ കൊല്ലുമെന്ന് എങ്ങനെ അറിയാം എന്ന് പറയണം. അപ്പം നയന പറയാണ്, ചേച്ചി തെറ്റിദ്ധാരണയുടെ പുറത്താണ് പല കാര്യങ്ങളും പറയുന്നത്. ഇപ്പോൾ ആദർശേട്ടനെ പറഞ്ഞ ഈ കുറ്റങ്ങളും ഈ വാക്കുകളും എല്ലാം ചേച്ചിക്ക് ഇനി തിരുത്തി പറയേണ്ടി വരും, അത് മറക്കരുത് ചേച്ചി എന്ന് പറയാണ്. എനിക്ക് എന്ത് തിരുത്തി പറയേണ്ടി വരുമെന്നാണ് നീ പറയുന്നത്? എനിക്കൊന്നും തിരുത്തി പറയേണ്ടിയൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞ് നവ്യ തിളക്കിയാണ്. അപ്പോൾ നയന സത്യങ്ങൾ പറയാണ് കേട്ടോ. ആദർശേട്ടനല്ല തെറ്റ് ചെയ്തിരിക്കുന്നത്, ചന്തുമോളുടെ അച്ഛൻ അഭിയാണെന്ന് പറയാം. അപ്പോൾ കനകയും പറയുന്നുണ്ട്, വെറുതെ നയനെ നീ ഇപ്പം ഇനി അത് മാറ്റി പറയാനൊന്നും നിൽക്കണ്ടെന്ന് പറയുന്നത്. ഞാൻ വെറുതെ മാറ്റി പറയുന്നതല്ല, ഇവരുടെ കുടുംബജീവിതം തകരണ്ടല്ലോ എന്ന് ഓർത്തിട്ട്, ഇപ്പം സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് ഓർത്തിട്ട്, ഒരു കുഞ്ഞുകൂടി വന്നതല്ലേ എന്ന് ഓർത്തിട്ട് ഞാനും ആദർശേട്ടനും സഹിച്ചതാ ഇതൊക്കെ. മുത്തശ്ശൻ ഞങ്ങളോട് പറഞ്ഞു ഇതൊന്നും പറയണ്ട, കുറേ നാൾ ഇതിങ്ങനെ പോട്ടെ എന്ന്. അതുകൊണ്ടാണ് പെട്ടെന്ന് അത് വിളിച്ച് പറയാതിരുന്നത്. ഇത് കണ്ടോ നിങ്ങൾ, DNA ടെസ്റ്റിൻ്റെ റിസൾട്ടാണ്. ഇത് ഞങ്ങളുടെ കൈ കിട്ടിയിട്ട് കുറച്ച് നാളായി. പക്ഷേ ഇത് ഉടനെ തന്നെ പറഞ്ഞാൽ നവ്യേച്ചി എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തത് കൊണ്ട് ഞാനത് പറയാതിരുന്നാന്ന് പറയാണ്. അപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവാ നവ്യതൊക്കെ നോക്കിയിട്ട്. എന്നിട്ട് നയന പറയുന്നുണ്ട്, അമ്മയും അച്ഛനും അങ്ങനെ പലരും ഈ സത്യങ്ങൾ അറിഞ്ഞതാ, പക്ഷെ ആരും ഇത് വിളിച്ചു കൂവി നടന്നില്ലെന്നേ ഉള്ളൂ. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ചേച്ചി മനസ്സിലാക്കണം. ചേച്ചിയും കുഞ്ഞും അനന്തപുരി വരണം. അഭി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തെങ്കിൽ അതിന് ശിക്ഷ അവന് കൊടുക്കുക തന്നെ ചെയ്യണം. പക്ഷേ ചേച്ചി അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പാടില്ല എന്ന് പറയാം. അപ്പം നവ്യ പറയാണ്, എനിക്കിനിയിപ്പം അവൻ്റെ കൂടെ ജീവിക്കൊന്നും വേണ്ട, സന്തോഷമായി. അവൻ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴും എന്തോ ഒരു ചതി അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയതാ. പിന്നെയും അവൻ്റെ പഞ്ചാര വാക്കിൽ ഞാൻ വീണുപോയി. ഇനിയിപ്പം എന്നെ അതിന് കിട്ടില്ല. പക്ഷെ ഞാൻ തൽക്കാലം അനന്തപുരിയിലേക്ക് വരും, എനിക്ക് അവനോട് 2 വാക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറയാണ്. അങ്ങനെ നവ്യ അനന്തപുരിയിലേക്ക് കുഞ്ഞുമായിട്ട് ചെന്ന് കഴിയുമ്പോൾ അഭിയെ പിടിച്ചു നിർത്തി പച്ചക്കിട്ട് പൊരിക്കുന്നുണ്ട്. അഭിയോട് ചോദിക്കുക, എടാ നാണമില്ലല്ലോടാ നിനക്ക്, നീ ഇത്രയും ദുഷ്ടനായി പോയല്ലോ. നീ ദുഷ്ടനാണെന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു, നീ വഞ്ചകനാണെന്നുള്ള കാര്യം അറിയായിരുന്നു. പക്ഷേ സ്വന്തം കുഞ്ഞല്ലാന്ന് പറഞ്ഞത് പോരാഞ്ഞിട്ട് അത് മറ്റൊരുത്തൻ്റെ തലയിൽ കെട്ടിവെച്ച് ഞെളിഞ്ഞ് നടക്കല്ലായിരുന്നോടാ നീ. അതുപോലെ ഏത് നേരവും ആദർശേട്ടനെ കുറ്റം പറയുമ്പം നിനക്കൊരു ഉളുപ്പ് തോന്നിയിട്ടുണ്ടോടാ നിൻ്റെ കൊച്ചിനെ കാണുമ്പം. അതുപോലെ ആ കുഞ്ഞിനെ ഒന്ന് സ്നേഹത്തോടെ വിളിക്കാൻ നീ സമ്മതിച്ചിട്ടുണ്ടോടാ? 24 മണിക്കൂറും ആ കുഞ്ഞിൻ്റെ കുറ്റങ്ങളല്ലടാ നീ പറഞ്ഞത്, നിൻ്റെ കുഞ്ഞ് തന്നെയല്ലേടാ അതെന്ന് എന്നൊക്കെ ചോദിക്കുകയാണ് നവ്യ. അങ്ങനെ നവ്യയ്ക്ക് ആകെ മൊത്തം കാലി വന്ന് നവ്യ റൂമിലേക്ക് പോവുക. അഭിയുമായിട്ട് നവ്യ നല്ല പിണക്കത്തിലാവുകയും ചെയ്യാണ് കേട്ടോ. അപ്പോൾ നവ്യ കൂടി ഇത് അറിഞ്ഞപ്പോൾ മുത്തശ്ശിയും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയാണ്, ഞങ്ങളുടെ കുഞ്ഞായിട്ട് ചന്തുമോൾ ഇവിടെ വളരും, ഇവന് വേണ്ടാത്ത കുഞ്ഞല്ലേ, പക്ഷേ ആ ചന്തുമോൾ എൻ്റെയും നയനയുടെയും കുഞ്ഞായിട്ട് ഈ വീട്ടിൽ വളരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആദർശ്. അങ്ങനെ നയന ചന്തുമോളെയും കൂട്ടി അകത്തേക്കൊക്കെ പോവുക. അതിനൊക്കെ ശേഷം നവ്യ റൂമിലിങ്ങനെ അലമാരിയിലൊക്കെ തുറക്കുമ്പോഴേക്കും അലമാരിയിൽ നിന്നൊരു ഫോൺ കിട്ടുകയാണ് കേട്ടോ, ഒരു മൊബൈൽ ഫോൺ. അത് അതിനു മുമ്പ് അവിടെ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നവ്യ അത് നോക്കുന്നുണ്ട്. നോക്കി വരുമ്പം അത് ലോക്ക്ഡ് ഒന്നും അല്ല. അപ്പോൾ നവ്യ അത് എടുത്ത് ഓപ്പൺ ചെയ്തിങ്ങനെ നോക്കുക. ഓപ്പൺ ചെയ്ത് നോക്കുമ്പം അത് അനഘയുടെ ഫോണാണ് കേട്ടോ. അനഘയുടെ കോൾ റെക്കോർഡ്സും വാട്സാപ്പ് മെസ്സേജസും എല്ലാം നോക്കുവാണ് നവ്യ. അപ്പോൾ എല്ലാം അഭിക്കെതിരെയുള്ള തെളിവുകളാണ്. അഭിയെ വിളിച്ച് സംസാരിച്ചതിൻ്റെ തെളിവുകളൊക്കെ ഉണ്ട് അനഘ. അങ്ങനെ അഭി ഇട്ട വോയിസ് മെസ്സേജുകളൊക്കെ കേൾക്കുവാണ്. അപ്പോൾ ഇത്രയും ദുഷ്ടനാണോ ഇവൻ? ഇങ്ങനെ സ്വന്തം കുഞ്ഞിന് വേണ്ടിയിട്ട് ആ രോഗിയായ പെൺകുട്ടി അപേക്ഷിക്കുമ്പോൾ ഇങ്ങനെ തള്ളിപ്പറയുകയും കുറ്റപ്പെടുത്തുകയും ഒഴിവാക്കുകയും ഒക്കെ ചെയ്യാണ്. അഭി പറയുന്ന പല കള്ളത്തരങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. അനഘ വളരെ ദയനീയമായിട്ട് കരഞ്ഞുകൊണ്ട് അഭിയോട് പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ നീ ഏറ്റെടുക്കണം, കാരണം നിൻ്റെ കുഞ്ഞാണത്. ഞാനിപ്പോൾ ഇതുപോലൊരു മാരക രോഗത്തിലാണ്, ഏതാനും ദിവസങ്ങൾ കൂടി എനിക്ക് ആയുസ് കാണുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്യും? എവിടെ ഞാൻ സുരക്ഷിതമായ കരങ്ങൾ ലയിപ്പിക്കും? നീ ഏറ്റെടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പം നവ്യയ്ക്ക് ഭയങ്കര വിഷമാവുകയാണ്. അതുകൂടാതെ നവ്യ റെക്കോർഡ്സൊക്കെ എടുത്ത് നോക്കുമ്പം ഒരു വീഡിയോ കാണുകയാണ് കേട്ടോ. അനഘ ഫോൺ ചെയ്തുകൊണ്ട് നിന്നപ്പോഴാണല്ലോ അഭി വന്ന് അനഘയെ കൊല്ലാൻ ശ്രമിച്ചത്. അപ്പോൾ അതിലൊരു വീഡിയോ റെക്കോർഡായിട്ടുണ്ട്, അത് നോക്കുവാണ്. അപ്പോൾ നോക്കുമ്പോഴേക്കും അനഘ മുത്തശ്ശനെ ഫോൺ വിളിച്ച് മുത്തശ്ശൻ്റെ കൊച്ചുമക്കളിൽ ഒരാളാണെന്ന് പറഞ്ഞതിൻ്റെ ശേഷം അനഘയുടെ വായും മൂക്കും പൊത്തിപ്പിടിക്കുകയും അഭിയും വേറെ 2-3 പേര് കൂടി അനഘയെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യാണ്. അങ്ങനെ അനഘയെ കൊല്ലാൻ ശ്രമിക്കുമ്പോഴാണ് അനഘ കോമ സ്റ്റേജിലാകുന്നതും ഹോസ്പിറ്റലിലാകുന്നതും ഒക്കെ. ആ ഒരു അവസ്ഥയും അത് കഴിഞ്ഞ് വീട്ടിലെ ഫോട്ടോയും അങ്ങനെയൊക്കെ വയ്ക്കുക. അപ്പോൾ ഈ
ഫോൺ അവിടെ കിടക്കുകയാണ്. ഇതെല്ലാം കുറേയൊക്കെ റെക്കോർഡായിട്ടുണ്ട്. നവ്യ ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ പിന്നെ നവ്യയ്ക്ക് ഒന്നും പറയാനില്ല. ഇത്രയ്ക്ക് ദുഷ്ടനാണോ അനഘയെ ഇപ്പം ഈ ഒരു അവസ്ഥയിൽ ഈ കോമ സ്റ്റേജിലാക്കിയത് അഭിയാണെന്ന് മനസ്സിലാവുക. നവ്യ ഫോണുമായിട്ട് വരികയാണ് മുത്തശ്ശൻ്റെ അടുത്തേക്ക്. എന്നിട്ട് പറയാണ്, മുത്തശ്ശ ദേ ഈ ഫോണിൽ നോക്കിക്കേ, ഇവൻ്റെ എല്ലാ തെമ്മാടിത്തരങ്ങളും കള്ളത്തരങ്ങളും ഇതിലുണ്ട്. അനഘയോട് ചെയ്ത ക്രൂരതകൾ മുഴുവൻ മുത്തശ്ശനൊന്ന് കണ്ടു നോക്ക് എന്ന് പറയാണ്. ആ കുട്ടിയെ ഈ ഒരു അവസ്ഥയിലാക്കിയത്, മരണത്തിലേക്ക് വരെ എത്തിച്ചത് ഇവനാണ് എന്ന് പറഞ്ഞ് അഭി ചെയ്ത ക്രൂരതകളൊക്കെ മുത്തശ്ശനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നവ്യ. അപ്പം അത് കണ്ടു കഴിയുമ്പോൾ എല്ലാവരും അങ്ങ് വിറങ്ങലിച്ചിങ്ങനെ നിൽക്കുന്നൊക്കെയുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.